ഹായ് എവ്രി വൺ. സോ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൂട്ട്സ്ട്രാപ്പ് ടൈപ്പോഗ്രഫി എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് കോണ്ടന്റുകൾ ബൂട്ട്സ്ട്രാപ്പിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ HTML നമ്മൾ H1, H2, H3, H4 അങ്ങനെ H6 വരെയുള്ള ഹെഡിങ് സീരീസ് ടാഗ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹെഡിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഹെഡിങ്സുകൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹെഡിങ്ങുകൾ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്രൊജക്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പിന്റെ CDN കണക്ട് ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ഞാനൊരു H1 ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നോക്ക്. ഞാൻ സാധാരണ നമ്മൾ എങ്ങനെയാണ് H1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ഹെഡിങ് 1 കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹലോ വേൾഡ് H1 വന്നിട്ടുണ്ട്. ഓക്കെ, H1 ടാഗ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്തത്. ഇതേ സംഭവം ഞാൻ ജസ്റ്റ് നമ്മുടെ P ടാഗ് യൂസ് ചെയ്യുന്നു. P ടാഗ് യൂസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഹലോ വേൾഡ് ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് നമുക്ക് എന്താണ് ഔട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു പ്ലെയിൻ പാരഗ്രാഫ് ടെക്സ്റ്റ് മാത്രമാണ് നമുക്ക് അവിടെ പ്രിന്റ് വന്നിട്ടുള്ളത്, അല്ലെ? ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൽ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ക്ലാസ് നെയിം കോൾ ചെയ്യാം, ക്ലാസ് വിളിക്കാം, ക്ലാസ് ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിൽ എന്താണ് H1 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. H1 എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ആ സെയിം പാരഗ്രാഫ് ടാഗ് നമുക്ക് എന്തായിട്ട് വന്നിട്ടുണ്ട്, ജസ്റ്റ് നമ്മുടെ ഒരു H1 അല്ലെങ്കിൽ ഒരു ഹെഡിങ് ടാഗ് അല്ലെങ്കിൽ മെയിൻ ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സെയിം ലൈക്ക് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, P ടാഗ് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ വീണ്ടും ഹെഡിങ് 2 കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഹെഡിങ് 2 എന്താണ്, ജസ്റ്റ് ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ടാണ് ഡിസ്പ്ലേ ആയിട്ടുള്ളൂ, അല്ലെ? പ്രത്യേകിച്ച് സ്റ്റൈൽസോ കാര്യങ്ങളോ ഒന്നും അപ്ലൈഡ് അല്ല. നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യണം, അതിന് സെക്കൻഡ് ഹെഡിങ് ആക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക, H2 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, H2 ക്ലാസ് നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. കേട്ടോ, ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് ടെക്സ്റ്റിന്റെ സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് H2, H3, H4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് H6 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, H3 കൊടുത്തു കണ്ടോ. ഓക്കെ, ദെൻ അടുത്ത P ടാഗില് ഹെഡിങ് 4 ക്ലാസ് H4 കൊടുത്തു. ഓക്കെ കണ്ടോ. ഓക്കെ, ദെൻ വീണ്ടും P ടാഗ് ആഡ് ചെയ്തു, ഹലോ വേൾഡ് ക്ലാസ് H5. ഓക്കെ, ദെൻ അടുത്ത P ടാഗ് ആഡ് ചെയ്തു, ഹലോ വേൾഡ് ക്ലാസ് H6 ആഡ് ചെയ്തു. ഓക്കെ, H6 ആഡ് ആയപ്പോഴും ബോൾഡ് ആയിട്ടുണ്ട്. ഇനി H7 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഹലോ വേൾഡ് ക്ലാസ് H7. എന്ത് ചേഞ്ചസ്, H7 പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. H6 വരെ നമുക്ക് എന്താണ് എല്ലാ ടെക്സ്റ്റുകളും ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. H7 പ്രത്യേകിച്ച് സ്റ്റൈൽസ് ഒന്നും അങ്ങനെ ഒരു ക്ലാസ്സിന് എടുക്കുന്നില്ല, മീൻസ് അങ്ങനെ ഒരു ക്ലാസ് ഇല്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ H1 മുതൽ H6 വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ്ങുകൾ ബൂട്ട്സ്ട്രാപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ H7 ജസ്റ്റ് ഒഴിവാക്കി. ഓക്കെ, അപ്പൊ H1, H2, H3, H4, H5, H6 മീൻസ് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹെഡിങ് വരുന്ന ഏറ്റവും ടോപ്പ് ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് വരുന്നത് ആരാ,
H1 ആണ്. H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലെ സബ് ഹെഡ് ആയിട്ട് വരുന്നതാണ് എന്ത് H6. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ നമ്മൾ പി ടാഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഹെഡിങ്ങിന്റെ സ്റ്റൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് H1 H2 അങ്ങനെ H6 വരെയുള്ള ക്ലാസ്സസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേ ഹെഡിങ്സ്. എന്താണ് ഡിസ്പ്ലേ ഹെഡിങ്സ്? ഡിസ്പ്ലേ ഹെഡിങ്സ് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പി ടാഗ് ആഡ് ചെയ്തു. ഇവിടെ ഡിസ്പ്ലേ ഹെഡിങ് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് എന്താ വരുന്നത് കാണാം. എന്താണ്, ജസ്റ്റ് ഒരു പ്ലെയിൻ പാരഗ്രാഫ് ടെക്സ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ, ഒരു പ്ലെയിൻ പാരഗ്രാഫ് ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഈ പ്ലെയിൻ പാരഗ്രാഫ് ടെക്സ്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നമ്മുടെ ഡിസ്പ്ലേ ഹെഡിങ്സ് അല്ലെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുക, സ്മോൾ ലെറ്ററിൽ കൊടുക്കണേ, -1 കൊടുക്കുക. മീൻസ് ഇവിടെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഹെഡിങ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഹെഡിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ഈ ഒരു ഹെഡിങ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡോക്യുമെന്റേഷനിലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഈ ഒരു ഹെഡിങ്ങിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്പ്ലേ 1 കൊടുത്തു. ഡിസ്പ്ലേ 1ന് പകരം ഡിസ്പ്ലേ 2 എടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ടു ഡിസ്പ്ലേ 1 എന്താണ്, ചെറുതായിട്ട് വരും. ഡിസ്പ്ലേ 3 വരുമ്പോൾ വീണ്ടും ചെറുതായി. ഓക്കെ, ഞാൻ ജസ്റ്റ് വേറെ ക്രിയേറ്റ് ചെയ്തുതരാം. വീണ്ടും ഡിസ്പ്ലേ 2 കൊടുത്തു. ഓക്കെ, ദെൻ വീണ്ടും ഡിസ്പ്ലേ 3 കൊടുത്തു. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേ 1, ഡിസ്പ്ലേ 2, ഡിസ്പ്ലേ 3, ഡിസ്പ്ലേ 4 അങ്ങനെ ഡിസ്പ്ലേ 6 വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേ 6 വരെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റൈലില് അല്ലെങ്കിൽ ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീൻസ് ഹെഡിങ്ങുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡിസ്പ്ലേ ഹെഡിങ്സ് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഹെഡിങ്സും നമുക്ക് H1, H2, H3 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 1 to 6 വരെ നമുക്ക് അലൗഡ് ആണ്. 6 വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ആണ് ലീഡിങ് പാരഗ്രാഫ്സ് അല്ലെങ്കിൽ ലീഡ് പാരഗ്രാഫ്സ് എന്ന് പറയും. ലീഡ് പാരഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പി ടാഗ് കൊടുത്തു. ഇവിടെ ജസ്റ്റ് ലോറം ഇപ്സം ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, ലോറം ഇപ്സം ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ടെക്സ്റ്റ് ഒന്ന് കണ്ടോ. ഓക്കെ, ഞാൻ മറ്റുള്ള ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ വന്ന് ഇരുന്നിട്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടോ പാരഗ്രാഫ് ടെക്സ്റ്റ് മാത്രം ലോറം ഇപ്സം മാത്രം വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ലീഡിങ് ടെക്സ്റ്റ് ആക്കി അല്ലെങ്കിൽ ലീഡ് ടെക്സ്റ്റ് ആക്കി, മീൻസ് ഈ ഒരു ടെക്സ്റ്റിനെ എനിക്ക് കമ്പാരിറ്റീവ് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ലീഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലാസ് ലീഡ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതെന്താ, ഈ ടെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ആയിട്ട് റീഡ് ചെയ്യും. മീൻസ് അതിന്റെ സ്റ്റൈൽസിലും കാര്യങ്ങളും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ ലീഡ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ നോർമൽ ടെക്സ്റ്റ് വരിക. നോർമൽ പി ടാഗിന്റെ സ്റ്റൈൽ വരിക ഈ രീതിയിലാണ്. അവിടെ ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈലിലോട്ട് ഇത് മാറ്റം വരും. മനസ്സിലാവുണ്ടോ? ദെൻ അതുപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് ആണ്. ഓക്കെ, ഫോണ്ട് വെയിറ്റ്, ഈ ഫോണ്ടിന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ വിഡ്ത്ത് അല്ലെങ്കിൽ ഫോണ്ട് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോണ്ട് ബോൾഡ് ആക്കണം അല്ലെങ്കിൽ സെമി ബോൾഡ് ആക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോണ്ട് വെയിറ്റ് യൂസ് ചെയ്യുന്നത്. ഫോണ്ട് വെയിറ്റിന് വേണ്ടിയിട്ട് CSS ഇപ്പൊ തരുന്ന ക്ലാസ് ആണ് FW ബോൾഡ്. FW ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് വെയിറ്റ് എന്ത് ചെയ്യണം, ബോൾഡ് ആക്കണം എന്നർത്ഥം. ഓക്കെ, ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റും ബോൾഡ് ആയിട്ട് ഡിസ്പ്ലേ ആയത് കാണുന്നുണ്ടല്ലോ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെമി ബോൾഡ് ആക്കി കൊടുക്കാം. ഓക്കെ, സെമി ബോൾഡ്. ഓക്കെ, സെമി ബോൾഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ബോൾഡിന്റെ അത്രയും തന്നെ എന്തില്ല, തിക്നെസ് വരുന്നില്ല, അതിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നോർമൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സാധാരണ ടെക്സ്റ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ലൈറ്റ് ആക്കി കൊടുക്കാം. ലൈറ്റ് മീൻസ് വളരെ തിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫോണ്ട് വെയിറ്റ് ബോൾഡ് ഉണ്ട്, സെമി ബോൾഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഏതിനാണെങ്കിലും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ FWന് ശേഷം ഒരു ഹൈഫൺ ഇടുന്നു, അതിന് ശേഷം നമുക്ക് ബോൾഡ് ആണെങ്കിൽ ബോൾഡ്, സെമി ബോൾഡ് ആണെങ്കിൽ സെമി ബോൾഡ്, നോർമൽ ആണെങ്കിൽ നോർമൽ, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, ഏതാന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ ഉണ്ട്. എന്താണ് ഫോണ്ട് സ്റ്റൈൽ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ടെക്സ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാം. ഫോണ്ട് സ്റ്റൈൽ മീൻസ് നമുക്ക് ഇപ്പൊ ബോൾഡ് ആക്കുന്ന നമ്മൾ പറഞ്ഞു, ഇനി ഇറ്റാലിക് ആക്കണം എന്ന് കരുതാം. ഓക്കെ, ഇറ്റാലിക് ആക്കണം എന്നുണ്ടെങ്കിൽ FS ഫോണ്ട് സ്റ്റൈല് FST ഹൈഫൺ ഇറ്റാലിക്. ഓക്കെ, കണ്ടോ ഈ ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഇറ്റാലിക് ആയി, മീൻസ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ടില്ല. കണ്ടോ? ഓക്കെ, ഇനി ഇതിന് കൂടെ തന്നെ അത് ഫോണ്ട് വെയിറ്റ് നമുക്ക് ബോൾഡും കൂടി ആക്കണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് വെയിറ്റ് ബോൾഡും കൂടി കൊടുക്കാം. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ. ദെൻ അടുത്തതാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി ടെക്സ്റ്റ് ഡെക്കറേഷൻ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ടെക്സ്റ്റ് ഡെക്കറേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നതാണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഹൈഫൺ ഡെക്കറേഷൻ ഹൈഫൺ അണ്ടർലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് നമുക്ക് അണ്ടർലൈൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ബൂട്ട്സ്ട്രാപ്പ് തരുന്ന ക്ലാസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ടാഗിൽ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന് നമുക്ക് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അണ്ടർലൈൻ പോലെ തന്നെ നമുക്ക് ലൈൻ ത്രൂ കൊടുക്കാൻ പറ്റും. ലൈൻ ത്രൂ എന്ന് പറയുമ്പോൾ അതിന് മുകളിലൂടെ വരക്കുക. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, ലൈൻ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഒരു ക്രോസ് മീൻസ് അതെന്ത് ചെയ്യുക, നമ്മൾ എഴുതിയ ടെക്സ്റ്റിന് മുകളിലൂടെ തന്നെ എന്ത് ചെയ്യുക ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ലൈൻ ത്രൂ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ഓൾറെഡി എന്തെങ്കിലും സ്റ്റൈൽ നമ്മൾ അപ്ലൈഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻ കേസ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ടാഗ് കൊടുത്തു, ഹലോ വേൾഡ്. ഓക്കെ, ഇപ്പൊ ഈ ടെക്സ്റ്റിന്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. അതുപോലെ അണ്ടർലൈനും വന്നിട്ടുണ്ട് അല്ലെ. മീൻസ് അതെന്താണ്? ഒരു ലിങ്ക്, ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്കിന് സ്വാഭാവികമായിട്ടും അണ്ടർലൈൻ വരുന്നതാണ്. ഈ അണ്ടർലൈൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതിന് നമുക്ക് ക്ലാസ്സിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അണ്ടർലൈൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. മനസ്സിലാണ്ടോ? ഓക്കെ, അപ്പം ടെക്സ്റ്റ് ഡെക്കറേഷൻ പ്രോപ്പർട്ടീസിൽ നമുക്ക് എന്തൊക്കെ വരുന്നത്? ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ ഉണ്ട്, ലൈൻ ത്രൂ ഉണ്ട്, നണ്ണുണ്ട്. ഓക്കെ, ഈ മൂന്ന് നമുക്ക് ആവശ്യാർത്ഥം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ്. എന്താണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം? ഇപ്പൊ ഹലോ വേൾഡ് കണ്ടില്ലേ? ഇപ്പോ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി. ഹലോ, ഇങ്ങനെ കൊടുത്തു ഒരു പി ടാഗ് ആണ്, എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ലോവർ കേസിലുള്ള ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി ടെക്സ്റ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് വരുത്താൻ പറ്റും. മീൻസ് അപ്പർ കേസിലോട്ടും ലോവർ കേസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പ് തരുന്ന ക്ലാസ് ആണ് ക്ലാസ് ടെക്സ്റ്റ് അപ്പർ കേസ്. എന്താണ്? ടെക്സ്റ്റ് അപ്പർ കേസ്. ടെക്സ്റ്റ് അപ്പർ കേസ് എടുത്തു. കണ്ടോ? ടെക്സ്റ്റ് അപ്പർ കേസിൽ എന്ത് ചെയ്യും? ടെക്സ്റ്റ് എന്ത് ചെയ്തു? എല്ലാം അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആയി. ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് ലോവർ കേസ് ആക്കി എടുത്തു കഴിഞ്ഞാല് അപ്പർ കേസിലുള്ളതെല്ലാം ഇങ്ങോട്ട് മാറും, ലോവർ കേസിലോട്ട് കൺവേർട്ട് ആവും. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ഉണ്ട്. ക്യാപിറ്റലൈസ് മീൻസ് ഓരോ വേർഡിന്റെ ഈച്ച് വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്യാരക്ടർ എന്ത് ചെയ്യും? അപ്പർ കേസിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഹലോയിലെ H എന്നാണ് ക്യാപിറ്റൽ ആയിട്ട് വന്നിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? എല്ലാം സ്മോൾ ലെറ്റർ ആണ്. അത് ശ്രദ്ധിക്കണം, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഇവിടെ നമുക്ക് ഹലോയിലെ H ക്യാപിറ്റലായി, വേൾഡിലെ W ക്യാപിറ്റലായി. മീൻസ് ഓരോ വേർഡിലെയും ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് അപ്പർ കേസിലോട്ട് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഓക്കെ. ദെൻ ടെക്സ്റ്റിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. ടെക്സ്റ്റിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് പ്രൈമറി. ഓക്കെ, ടെക്സ്റ്റ് പ്രൈമറി. ഓക്കെ, ടെക്സ്റ്റ് പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളറിലാണ് എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ആവാം.
ഓക്കെ, പ്രൈമറി ടെക്സ്റ്റ്. ഓക്കെ, ബ്ലൂ കളറിൽ ഒന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത പി ടാഗിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ടെക്സ്റ്റ്. സെക്കൻഡറി ടെക്സ്റ്റ് ഇതിൽ നമുക്ക് ക്ലാസ് ആഡ് ചെയ്തിട്ട് സെക്കൻഡറി ടെക്സ്റ്റ് സെക്കൻഡറി എടുത്തു. ടെക്സ്റ്റ് സെക്കൻഡറി മീൻസ് ഒരു ഹാഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലാണ് കാണാൻ പറ്റുക. ദെൻ അതിനുശേഷം വീണ്ടും ഒരു പി ടാഗ് കൊടുത്തു. സക്സസ് ക്ലാസ് ടെക്സ്റ്റ് സക്സസ്. ഓക്കെ, സക്സസ് ടെക്സ്റ്റ് ഏത് കളറിലാണ് വന്നിട്ടുള്ളത്? ഗ്രീൻ കളറിൽ. മീൻസ് സക്സസ് മീൻസ് എന്താണ്, ഗ്രീനെ സൂചിപ്പിക്കാനല്ല, ഗ്രീൻ കളറിലെ ടെക്സ്റ്റുകൾ ഡിസ്പ്ലേ ആവാനാണ് ടെക്സ്റ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ബൂട്ട് സ്ട്രാപ്പ് തരുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് സക്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഡേഞ്ചർ ഉണ്ട്. എന്താണ് ഡേഞ്ചർ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്ലാസ് ടെക്സ്റ്റ് ഹൈഫൺ ഡേഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എന്ത് ചെയ്യും, റെഡ് കളറിൽ ഡിസ്പ്ലേ ആവുന്നത് കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, ടെക്സ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ റെഡ് കളറിലായി. ഓക്കെ, ഞാൻ വീണ്ടും അടുത്ത പി ടാഗ് ആഡ് ചെയ്തു. അതില് വാണിംഗ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലാസ്സിൽ ടെക്സ്റ്റ് വാണിംഗ്. ഓക്കെ, കണ്ടോ, യെല്ലോ കളറിൽ വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും പി ടാഗ് കൊടുത്തു. ഇവിടെ ഇൻഫോ. ഓക്കെ, ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് ഇൻഫോ വരുന്നത്. അവിടെ നമുക്ക് ടെക്സ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറിൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഡാർക്ക് ഉണ്ട്. ഡാർക്ക് മീൻസ് ടെക്സ്റ്റ് ഹൈഫൺ ഡാർക്ക്. ഓക്കെ, ബ്ലാക്ക് കളറിൽ. ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് ലൈറ്റ് അല്ലെ. അപ്പോൾ ലൈറ്റ് കളേഴ്സിൽ, ലൈറ്റ് കളർ മീൻസ് വൈറ്റിലാണ് വരിക. നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ക്ലാസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. മീൻസ് അതുകൊണ്ട് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബീജി ഡാർക്ക് കൊടുക്കാം, അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ? ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്, ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആകുമ്പോൾ നമുക്ക് ബോർഡിന്റെ കളറും വൈറ്റ് ആണ്, പക്ഷേ നമുക്ക് ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേ ആവില്ല. മീൻസ് രണ്ടും ഒരേ സെയിം കളറിലായതിനെക്കൊണ്ട്. മീൻസ് അപ്പൊ ഞാൻ അതുകൊണ്ട് അത് എന്ത് ചെയ്തു, ആ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡാർക്ക് കളർ ആക്കി കൊടുത്തു, മീൻസ് ബ്ലാക്ക് ആക്കി കൊടുത്തു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഒരു ക്ലാസ് കൂടി ഉണ്ട്, ടെക്സ്റ്റ് മ്യൂട്ടഡ് ആണ്. ഓക്കെ, മ്യൂട്ടഡ് ടെക്സ്റ്റുകൾ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് ക്ലാസ് ടെക്സ്റ്റ് മ്യൂട്ടഡ്. ഓക്കെ, ടെക്സ്റ്റ് മ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഒരു ഹാഷ് കളറിൽ തന്നെയാണ് അത് ഡിസ്പ്ലേ ആവുക. ജസ്റ്റ് അത് എന്ത് ചെയ്യണം, ഒന്ന് കോൺട്രാസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു കളറിൽ, ഒരു ഷെയ്ഡിൽ. ഓക്കെ, മനസ്സിലാവും. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ടെക്സ്റ്റുകൾ കാണിക്കാനൊക്കെയാണ് നമ്മൾ ഈ മ്യൂട്ടഡ് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു കളറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ഇതുപോലെ തന്നെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, സക്സസ് ഉണ്ട്, ഡേഞ്ചർ ഉണ്ട്, വാണിംഗ്, അതുപോലെ തന്നെ ഇൻഫോ, ഡാർക്ക്, ലൈറ്റ്, ഇങ്ങനെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് എന്തിലുണ്ട്. ഇപ്പൊ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഇപ്പൊ ബീജ് ഡാർക്ക് കൊടുത്തില്ലേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബീജ് ഡേഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറിൽ കാണാൻ പറ്റും, റെഡിൽ കാണാൻ പറ്റും. ബീജ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോയിൽ കാണാൻ പറ്റും. മനസ്സിലാണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രൈമറി സെക്കൻഡറി ഒക്കെ എന്തിലുണ്ട്, പ്രൈമറി സെക്കൻഡറി ഒക്കെ നമുക്ക് അയവ കണ്ടോ, നല്ല ബ്ലൂ കളറിൽ അല്ലെ. പ്രൈമറി ബീജ്, അത് ബീജ് എന്ത് ചെയ്തു, ബീജി പ്രൈമറി എന്ന് പറഞ്ഞ ക്ലാസ് വിളിച്ച സമയത്ത് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി, ബ്ലൂ കളറിലാണ് ഡിസ്പ്ലേ ആയി വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ടെക്സ്റ്റുകളുടെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇവിടെ ഞാൻ ടെക്സ്റ്റ് പ്രൈമറി ഒക്കെ റെഡിൽ നോക്കാം, ഡേഞ്ചർ. ഓക്കെ, ടെക്സ്റ്റ് ഡേഞ്ചർ ഈ ടെക്സ്റ്റിൽ നോക്കണേ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ടെക്സ്റ്റ് ഡേഞ്ചർ 50.
ഈ ഒരു ക്ലാസ് ഇതിൽ എടുക്കുന്നില്ല. ടെക്സ്റ്റ് സ്റ്റാർട്ട്, ടെക്സ്റ്റ് ബ്ലാക്ക് 50. ഓക്കെ, ടെക്സ്റ്റ് ബ്ലാക്കിൽ എടുക്കുന്നുണ്ട്, റെഡിലാണ് എടുക്കാത്തത് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബ്ലാക്ക് 50 കൊടുത്തപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ എടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് danger 50 not working in bootstrap. ഞാൻ ബ്ലാക്ക് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. You can also add 50% opacity for black or white text with the dot text black 50 കണോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് വൈറ്റ് 50. ഈ പറഞ്ഞ പോലെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് ബ്ലാക്കിലും വൈറ്റിലും മാത്രമാണ് കേട്ടോ. അതാണ് നമുക്ക് ഡേഞ്ചറിന്റെ കേസിൽ അത് വർക്ക് ആവാഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റും 50% ഒപ്പാസിറ്റി നമുക്ക് വർക്ക് ചെയ്യുക ഏതിന്റെ കൂടെയാണ്, ടെക്സ്റ്റ് ബ്ലാക്ക് ആവുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റ് ആവുമ്പോഴാണ് നമുക്കത് വർക്ക് ചെയ്യാന്നർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? നീ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ട്സും കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ബൂട്ട്സ്ട്രാപ്പിൽ അല്ലെങ്കിൽ W3 സ്കൂളിൽ എടുത്തിട്ടൊന്ന് നിങ്ങളൊന്നും എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻമെന്റ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻമെന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എവിടെ വരിക, സ്റ്റാർട്ടിങ്ങിലാണ് വരിക. ഓക്കെ, സെന്റർ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വരിക, കണ്ടോ, ഡയറക്റ്റ് ടെക്സ്റ്റ് എന്ത് ചെയ്തു, സെന്ററിൽ വന്നു വിടുന്നു. ഓക്കെ, ഇനി ഇത് എൻഡിൽ വിളിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പൊസിഷൻ ചെയ്യും. മീൻസ് നമുക്കൊരു ടെക്സ്റ്റിനെ നമുക്ക് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ടെക്സ്റ്റ് അലൈൻമെന്റ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് അലൈൻമെന്റിൽ വരുന്നതാണ് ടെക്സ്റ്റ് സ്റ്റാർട്ട്, സെന്റർ, എൻഡ്. ഈ 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ 3 ക്ലാസ്സസ് ആണ് നമുക്ക് ടെക്സ്റ്റ് അലൈൻമെന്റിൽ ബൂട്ട്സ്ട്രാപ്പ് തരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റാർട്ട്, ടെക്സ്റ്റ് സെന്റർ, ടെക്സ്റ്റ് എൻഡ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി ബട്ടൺസ് ആണ്. നമുക്ക് എങ്ങനെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ബട്ടൺ ടാഗ് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് മീ. ഓക്കെ, ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു. നമുക്കറിയാം നമ്മൾ ബട്ടൺ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺസുകളെല്ലാം എന്താണ്, ജസ്റ്റ് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ബട്ടൺ, മീൻസ് ഒരു ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലായിരിക്കും ആ ബട്ടൺ വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇതാണ് ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ള ബട്ടൺ. ഈ ബട്ടൺ നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പാഡിങ് കൊടുക്കും, അല്ല പാഡിങ് ടോപ്പ് കൊടുക്കും, കുറച്ച് പാഡിങ് റൈറ്റ് കൊടുക്കും, കുറച്ച് പാഡിങ് ലെഫ്റ്റ് കൊടുക്കും. ഈ രീതിയിലൊക്കെ അലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റൈൽ ചെയ്തിട്ടാണ് ഒരു ബട്ടൺ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിലോട്ട് നമ്മൾ എത്തിച്ചു കൊണ്ടുവരണം. പിന്നെ ബോർഡർ റേഡിയസ് കൊടുക്കുക, ബോർഡർ എന്ത് ചെയ്യുക, കളഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ബട്ടണിനെ ബൂട്ട്സ്ട്രാപ്പ് സിമ്പിൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പ് കുറച്ച് ക്ലാസ്സസ് വരുന്നുണ്ട്. അതാണ് BTN എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, അതിനുവേണ്ടി ക്ലാസ് നെയിം, ക്ലാസ് ആട്രിബ്യൂട്ട് വിളിച്ചു BTN. ഓക്കെ, BTN വിളിച്ചു. BTN വിളിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇതിന്റെ സ്റ്റൈല് ചേഞ്ച് ആയി. മീൻസ് ആ ബോർഡറായി കിടക്കുന്നുള്ള ആ പോർഷൻ ഒക്കെ ഉണ്ടല്ലോ, അതായത് ആ ബോർഡറും കാര്യങ്ങളും അതിന്റെ തിക്നെസ്സും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ എന്ത് ചെയ്തു, റിമൂവ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിനെന്ത് ചെയ്യണം, ബട്ടൺ പ്രൈമറി, ബട്ടൺ സക്സസ്, ബട്ടൺ ഡേഞ്ചർ, അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ബട്ടൺസ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരം ബട്ടൺസുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. BTN പ്രൈമറി. ഓക്കെ, നേരത്തെ നമ്മൾ ടെക്സ്റ്റിന്റെ ഒക്കെ കേസിൽ പറഞ്ഞ സംഭവം തന്നെയാണ് ഇത് വരുന്നത്. BTN പ്രൈമറി കൊടുത്ത സമയത്ത് നമുക്ക് ആ ബട്ടൺ ഉണ്ടോ, അത്യാവശ്യം വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇനി അത് ബട്ടൺ സക്സസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ബട്ടണിലോട്ട് വരും. പക്ഷെ ബട്ടൺ വാർണിംഗ് ആക്കി കഴിഞ്ഞാൽ യെല്ലോ കളർ ബട്ടൺ.
മനസ്സിലാണ്ടോ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ബട്ടൺസിന്റെ നമുക്ക് ഈ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇൻഫോ, അതേപോലെ തന്നെ ബട്ടണിൽ വേറെ ക്ലാസ്സസ് ഉള്ളത് ബട്ടൺ പ്രൈമറി ഉണ്ട്, ബട്ടൺ സെക്കൻഡറി ഉണ്ട്, ബട്ടൺ സക്സസ് ഉണ്ട്, ബട്ടൺ വാർണിംഗ് ഉണ്ട്, ബട്ടൺ ഇൻഫോ, ബട്ടൺ ലൈറ്റ്, ബട്ടൺ ഡാർക്ക്. ഓക്കെ, ബട്ടൺ ഡാർക്ക് നോക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ബട്ടൺ ഡാർക്ക് നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ടെക്സ്റ്റ് കളർ എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് ആവുന്നുണ്ട്. മീൻസ് നോർമലി നമുക്ക് ആ ബട്ടന്റെ സ്റ്റൈൽ എന്താ വരിക? ബട്ടന്റെ ടെക്സ്റ്റിന്റെ കളർ എന്താ? ബ്ലാക്ക് ആണ് വരിക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബട്ടൺ ഡാർക്ക് എന്ന് പറഞ്ഞ ക്ലാസ് വിളിക്കുമ്പോൾ ടെക്സ്റ്റിന്റെ കളറും ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് കാണാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ ഓൾമോസ്റ്റ് നമ്മളെ ബൂട്ട് സ്ട്രാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതാവുന്ന സമയത്ത് അതിന്റെ ടെക്സ്റ്റ് കളർ ലൈറ്റ് കളറിലോട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ചും ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായുണ്ടോ? ഓക്കെ, ഇനിയാണ് അടുത്തത് ഔട്ട്ലൈൻ ടൈപ്പ് ബട്ടൺസ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ബട്ടൺ ഔട്ട്ലൈൻ, ഓക്കെ, ഔട്ട്ലൈൻ പ്രൈമറി, ഓക്കെ, പ്രൈമറി കൊടുത്തു നോക്കാം. ഓക്കെ, ആ ബട്ടന്റെ നല്ല രസത്തിലുള്ള ഭംഗിയിലുള്ള ഹോവറിങ് എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയിൻ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബട്ടൺസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് സെക്കൻഡറി കൊടുത്ത് നോക്കാം. സെക്കൻഡറി കൊടുത്തു കേട്ടോ, ഒരു ഹാഷ് കളറിൽ വന്നു. ഓക്കെ, നമുക്കൊരു വാർണിങ്ങോ അല്ലെങ്കിൽ ഡേഞ്ചറോ അങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് അതിന്റെ സ്റ്റൈൽസ് എടുത്തോളും. ഓക്കെ, ഡേഞ്ചർ എടുത്തു കണ്ടോ? ഓക്കെ, ഹോവറിങ് എഫക്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. അതിനൊക്കെ ഉള്ള പണി ആരെടുത്ത് വെച്ചിട്ടുണ്ട്? നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ബട്ടൺസിന്റെ സൈസും കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു ബട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റിന്റെ സൈസ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു വിഡ്ത്ത് മാത്രമേ ഒരു ബട്ടൺ ഓൾമോസ്റ്റ് എടുക്കുള്ളൂ. പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ, അതല്ലെങ്കിൽ അതിന്റെ കണ്ടെയ്നറിന് എത്രയാണോ സൈസ് ആ സൈസിനനുസരിച്ച് നമുക്ക് ഒരു എലമെന്റിന് അല്ലെങ്കിൽ ഒരു ബട്ടണിന് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് എടുപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോ ബട്ടന്റെ സൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ BTN LG കൊടുത്തു. കേട്ടോ, ബട്ടണ് ഇതിപ്പോ ഞാൻ തൽക്കാലത്തോണ്ട് ഒഴിവാക്കി കഴിഞ്ഞാല് ബട്ടൺ ചെറുതായി കാണുന്നുണ്ടല്ലോ അല്ലെ. ഇനി അത് ലാർജ് ആക്കി കഴിഞ്ഞാല് വലുതായി. ഓക്കെ, SM എടുത്തു കഴിഞ്ഞാല് വീണ്ടും ചെറുതായി. ഓക്കെ, അപ്പം ഒരു മീഡിയം സൈസിലാണ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ബട്ടൺസ് ഡിസ്പ്ലേ ആവുക. അവിടെ നമുക്ക് BTN LG എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ എന്ത് ചെയ്യാം സൈസ് വലുതാക്കാൻ പറ്റും. അതേപോലെ തന്നെ ബട്ടൺ BTN SM എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ബട്ടൺ ആക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വിഡ്ത്ത് 100 അങ്ങനെ കൊടുക്കും. ഓക്കെ, വിഡ്ത്ത് 100 മീൻസ് നമുക്ക് ബട്ടൺ ഇത്ര വിഡ്ത്ത് വെച്ചാൽ ഇത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വിഡ്ത്ത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ബട്ടണിന് W100 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. കൊടുത്ത സമയത്ത് നമുക്ക് ആ ബട്ടൺ കാണാൻ പറ്റും. കണ്ടോ, ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് ഡിസ്പ്ലേ ആയത് കണ്ടോ ബട്ടൺ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അതിന്റെ പാരന്റ് അല്ലെങ്കിൽ അതിന്റെ കണ്ടെയ്നറിന്റെ വിഡ്ത്തിന് അനുസരിച്ചുള്ള വിഡ്ത്തുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെർസെന്റേജിൽ കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ W100 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 100% എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 50 ആക്കി കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ടും ഇതാണ് 50%. ഓക്കെ, അപ്പൊ അതിന്റെ ബോഡിയാണ് ഇതിന്റെ കണ്ടെയ്നർ ആയിട്ട് വരുന്നത്. ആ കണ്ടെയ്നറിന്റെ 50% വിഡ്ത്ത് ആർക്ക് എടുത്തു? ബട്ടണിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുണ്ടോ? സംഭവം ക്ലിയർ അല്ലേ? ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മള് വിഡ്ത്ത് 100% പറഞ്ഞ പോലെ തന്നെ W100 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടി ഒരു ബട്ടന്റെ വിഡ്ത്ത് നമുക്ക് അതിന്റെ കണ്ടെയ്നറിന് അനുസരിച്ച് 100% എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഫുൾ വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ വിഡ്ത്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടത് എന്താ ചെയ്യാ, അതിനൊരു കണ്ടെയ്നർ കൊടുക്കുക, ഒരു ഡിവ് ഇട്ടിട്ട് എന്ത് ചെയ്യുക ബട്ടന്റെ ഉള്ളിൽ ഡിവിന് കൊടുക്കുക. ഈ ഡിവ് നമുക്കൊരു ക്ലാസ് വിളിച്ചിട്ട് അതില് ഡി ഗ്രിഡ് മീൻസ് ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് പറയുന്നതിന് സെയിം ആണ് എന്ത് ഡി ഗ്രിഡ് മീൻസ് ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി വാല്യൂ CSS പ്രോപ്പർട്ടി. ഓക്കെ, അതിനോട് സെയിം സംഭവമാണ് എന്ത് ക്ലാസ് നമുക്ക് ഡിസ്പ്ലേ ഡി ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ആര് തരുന്നത് ബൂട്ട് സ്ട്രാപ്പ് തരുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഉണ്ടോ ഫുൾ വിഡ്ത്തുള്ള ബട്ടൺ നമുക്ക്
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഫുൾ വിഡ്ത്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ വീഡിയോസ് എല്ലാം കണ്ടിരുന്നാൽ മാത്രം പോരാ, ജസ്റ്റ് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോഴേ അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.